Zebaros. Aisha Zebaros. ഞാൻ നിസാരി. Hi. Welcome to Aisha's kitchen. Aisha Zebaros. ഞാൻ നിസാരി. ഞാൻ ഐഷ ഫറ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇതുപോലെ ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും കരുതരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഐഷാസ് കിച്ചൺ ഇപ്പോൾ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാൻ കൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങളിപ്പോൾ നാട്ടിലാണുള്ളത്. നാട്ടിൽ മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീട്. ഹസ്ബൻഡും കുട്ടികളുമായിട്ട് UAE സെറ്റിൽഡ് ആയിട്ടുള്ളത്. ഹസ്ബൻഡിന്റെ പേര് തൻവീർ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 11 വർഷമായി. കുട്ടികളുടെ പേര് നേരത്തെ പറഞ്ഞല്ലോ, റിസാറിൻ ജെബാറോസ്. പിന്നെന്താ, യൂട്യൂബിലേക്ക് ഇപ്പോൾ കാര്യമായിട്ട് വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ ആകെ 8 മാസമൊക്കെ ആവുന്നുള്ളൂ. ഞാൻ ബ്ലോഗിലൂടെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയത് തന്നെ. ബ്ലോഗിന്റെ പേര് tasty-malabar-foods.com. 3 വർഷം മുന്നേ തുടങ്ങിയതാണ്. അതിലുള്ള ഒരുപാട് വ്യൂവേഴ്സ് എന്നോട് പറഞ്ഞു ഇങ്ങനെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് യൂട്യൂബിലേക്ക് ഇതുപോലെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ ഒരു സന്തോഷത്തിൽ ഞാൻ ഒരു ചെറിയ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ബ്രെഡ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ്, തേങ്ങ, അതുപോലെ പഞ്ചസാര, പിന്നെ പാലും. ഇതൊക്കെ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് വീട്ടില് വിരുന്നുകാരൊക്കെ വന്ന ശേഷം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ 2 ബ്രെഡ് എടുത്തിട്ട് ഞാനൊന്ന് പൊടിക്കാൻ പോവാണ്. ബ്രെഡ് പൊടിച്ചത് ആവശ്യമുണ്ട് ഇതിലേക്ക്. അപ്പൊ നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് പൊടി റെഡി ആയിട്ടുണ്ട്. ബൗളിലേക്ക് മാറ്റാം. അപ്പം ബ്രെഡ് പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാറ്റി വെക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ ബ്രെഡ് വേറൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പീസാക്കി കൊടുക്കാം. പെട്ടെന്നൊന്ന് നമുക്ക് അത് റോൾ ചെയ്തെടുക്കാൻ ഇതുപോലെ ആക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി അതിലേക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കാനുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ പഞ്ചസാര കൂടുതലാവേണ്ട, അപ്പോൾ ഒരുപാട് മധുരമാവും സ്നാക്ക്. അപ്പോൾ ഇതെല്ലാം ചേർത്തു. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാറുണ്ട്. പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അഥവാ നിങ്ങൾക്ക് പാലില്ല എന്നാണെങ്കിൽ, വീട്ടിൽ പാലില്ലെങ്കിൽ അതിന് പകരം 2-3 ടീസ്പൂൺ പാൽപ്പൊടിയിൽ അല്പം ചൂടുവെള്ളം ചേർത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് അത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്താൽ മതി. അല്പം ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കണം. ഒരുപാട് ഒഴിക്കരുത്. ഒരു മാവിന്റെ പരുവം ആക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇതായിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈ ഒന്ന് കഴുകണം, അല്ലെങ്കിൽ നമുക്കിത് റോൾ ചെയ്യാൻ പറ്റില്ല, ബോളാക്കി എടുക്കാൻ പറ്റില്ല. അതുപോലെ അല്പം ചെറിയ ബോളാക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് കൈൻ്റെ അകത്ത് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ബ്രെഡിന്റെ ക്രംസോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതോ അതിലൊന്ന് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക.
അപ്പോൾ അത് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്ന എങ്ങനെ നോക്കാം. ബ്രെഡിന്റെ റെസിപ്പീസ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിലും ഫ്രൈ ചെയ്യരുത്, അതുപോലെ വളരെ കുറഞ്ഞ ഫ്ലെയിമിലും ഫ്രൈ ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ, അതായത് എണ്ണയൊക്കെ നന്നായി ചൂടായ ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അധികം നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ബ്രെഡൊക്കെ അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് റെഡിയാവും ഇത്. നമ്മളുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്ത ബാച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഒന്നുകൂടെ ചൂടാക്കി എടുക്കുക, എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളുടെ ബ്രെഡ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രെഡ് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുറമേ നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.